ഇമിഗ്രൻ്റ് അക്കാദമി ഇടുക്കി ലൈവ് ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ ഇപ്പോൾ പീരുമേട് നിയോജക മണ്ഡലത്തിലെ കുമളിയിലാണ് ഉള്ളത്. കുമളിയിൽ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ അതിർത്തി ചെക്ക് പോസ്റ്റാണ് ഉള്ളത്. അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് കുമളി. ഇവിടുത്തെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വോട്ട് ചെയ്യണ്ടേ ഇത്തവണ? വോട്ട് ചെയ്യണം. ഓക്കെ. ഇത്തവണ ഇടുക്കിയിൽ ആര് ജയിക്കണമെന്നാണ് അഭിപ്രായം? ഡീൻ കുര്യാക്കോസ്. ഇടുക്കി ആർക്കൊപ്പമായിരിക്കും ഇത്തവണ? ജോയിസ് ജോർജിനെ പോയി. അങ്ങനെ പറയാനുള്ള കാരണം ഇതിനു മുൻപ് 5 വർഷമായിട്ട് ഡീൻ കുര്യാക്കോസ് ഈ ഭാഗത്തേക്ക് വികസനങ്ങളൊന്നും കൂടുതലായി കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ്. ഡീൻ കുര്യാക്കോസ് നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഡീൻ കുര്യാക്കോസിനേക്കും നല്ലതായിട്ട് അതിന് മുമ്പിരുന്ന 5 വർഷം ജോയിസ് ജോർജാണ് കൂടുതലായ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ്. ചേട്ടൻ്റെ വോട്ട്? എൻ്റെ വോട്ട് ജോയിസ് ജോർജിനായി. ചേട്ടാ ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി LDF. ചേട്ടൻ്റെ വോട്ട്? LDF. ചേട്ടാ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും ഇത്തവണ? ഒന്നും പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്നാലും ആര് ചെയ്യണമെന്ന് ആഗ്രഹം? LDF. ആ ഉണ്ടോ? വോട്ടുണ്ടോ? വോട്ടുണ്ടോ? ഓക്കെ ഓക്കെ. അവിടെ വാഗമണ്ണാണ് സ്ഥലം. ഓക്കെ. ഇത്തവണ ഇടുക്കിയിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ഇടുക്കിയില് എനിക്ക് കറക്റ്റായിട്ട് ഇവിടെ ആൾ നിൽക്കുന്ന എന്നാലും LDF ജയിക്കണം, UDF ജയിക്കണം, ഏതിലാണ് താല്പര്യം? കൂടുതലും UDF ജയിക്കണമെന്നാണ്. ചേച്ചി ഇത്തവണ ഇടുക്കിയിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? നല്ല ആര് ചെയ്യുമോ അവർ ജയിക്കും. ഇത്തവണ ഇടുക്കിയിൽ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ചേട്ടാ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും ഇത്തവണ? വോട്ടുണ്ടോ? ഓക്കെ. ഇതവണ വോട്ട് ചെയ്യണ്ടേ? അപ്പൊ ഇടുക്കിയിൽ ഇത്തവണ ആര് ജയിക്കണമെന്നാണ് താല്പര്യം? അതെയോ? അങ്ങനെ പറയാൻ കാരണം? ഞാൻ കോൺഗ്രസ് ആത്മവിശ്വാസത്തിലാണ്. ഉണ്ട് ചേട്ടന്മാരുണ്ട് നമുക്ക്. ചേട്ടാ ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ചെയ്യണം. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഇവിടെ ഒന്നും പറയാൻ മേലാത്തൊരവസ്ഥയാ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അതെ. ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ഈ ഭരണം മാറി വന്നാൽ കൊള്ളാമെന്നൊരു തോന്നലുണ്ട്. അത്രേ ഉള്ളൂ. എന്നാൽ വലിയ നിർബന്ധവും അതിനകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും ചെയ്യും, മറ്റൊരാളും ചെയ്യും. വോട്ട് ചെയ്യണ്ടേ? തീർച്ചയായും വോട്ട് ചെയ്യണം. ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി ജോയിസ് ജോർജിനൊപ്പം. അങ്ങനെ പറയാൻ കാരണം? ജോയിസ് ജോർജ് കഴിഞ്ഞ മുമ്പത്തെ 5 വർഷം ജോയിസ് ജോർജ് ഇടുക്കി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഇപ്പോഴത്തെ UDFൻ്റെ MP നടത്തിയ പ്രവർത്തനങ്ങളും തരണം ചെയ്ത് നോക്കിയാൽ ജോയിസ് ജോർജ് നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ഇടുക്കിയുടെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും. അതുകൊണ്ട് ഇടുക്കിയിലെ ജനം ജോയിസ് ജോർജിനൊപ്പം. പിന്നെ വോട്ട് ചെയ്യണം. ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. പോലല്ലേ ഓരോ ദിവസം ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ നമ്മുടെ ആൾക്കാർ തന്നെ ജയിക്കണമെന്ന് നമ്മുടെ താല്പര്യം. ഇപ്പൊ നമുക്ക് വ്യക്തിപരമായിട്ട് പാർട്ടി പറയാൻ പറ്റത്തില്ല. ഇടുക്കിയില് ആര് ജയിക്കണമെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഭരിക്കുന്നവരാണ് അവര് ജയിക്കണം. ഇടുക്കിയിൽ ഒത്തിരി ഇത് നടക്കാറുണ്ട്. അത് ആരാണോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ റോഡും മറ്റ് വികസനങ്ങൾ തരുന്നത് അവർ ജയിക്കണം എന്നാണ്. നാടിന് ഗുണകരമായിട്ട് ആര് ചെയ്യുന്നോ ജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനൊരു മെമ്പറായിരുന്നു, അതുകൊണ്ട് നമുക്കറിയാം. അതുകൊണ്ട് ഒത്തിരി നല്ലപോലെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അപ്പം നല്ലൊരു ഭരണാധികാരി വരട്ടെ, നല്ലൊരാൾ വരട്ടെ, നല്ലൊരു MP വരട്ടെ ഇടുക്കിക്ക്. അങ്ങനെ ഇപ്പം ജയിക്കുന്ന ആൾക്കൊപ്പം. എനിക്കങ്ങനെ നല്ല ആൾ ജയിക്കണം എന്നുള്ള താല്പര്യത്തിലാണ്. നല്ല ആൾ ജയിക്കണമെന്നുള്ള ഇടുക്കി ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്നു ഞാൻ. വിശ്വാസം? ഞാൻ ഒരു CPM അനുഭാവിയാണ്. വോട്ട് ചെയ്യണം. ഇടുക്കി ഇത്തവണ ആർക്കൊപ്പമായിരിക്കും? എനിക്ക് കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് ആരും ചെയ്യണം. ഇടുക്കി ആര് ചെയ്യും? ഒരു വീടില്ല. ജനങ്ങൾക്ക് നല്ലതായിരുന്നു. ആരെങ്കിലും ജയിക്കട്ടെ. ചേച്ചിക്ക് ആര് ജയിക്കണമെന്നാണ്? ആര് ജയിക്കണമെന്നാണോ? അഡ്വക്കേറ്റ് റസൽ ജോയ്. BSP
അതിന് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാരണം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആകെ പ്രതികരിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതുകൊണ്ടാണ്.